ആട് വളർത്തലിലൂടെ മാത്രം അതിജീവനത്തിനുള്ള വക കണ്ടെത്തുകയാണ് വിധവയായ ഒരമ്മയും അവിവാഹിതരായ 2 പെൺമക്കളും. പേരൂർ ചെറുവാണ്ടൂർ ചാമക്കലായിൽ ഭവാനിയും 2 പെൺമക്കളുമാണ് 50ഓളം ആടുകളെ പോറ്റുന്നത്. പ്രായവും ആരോഗ്യ പ്രശ്നങ്ങളും തളർത്തിയ അമ്മയും പ്രായാധിക്യവും അധ്വാനഭാരവും പേറുന്ന അവിവാഹിതരായ പെൺമക്കളുമാണ് വരുമാനത്തിനായി ആടുകളെ പോറ്റുന്നത്. ഏറ്റുമാനൂർ നഗരസഭാ പരിധിയിലെ 29ാം വാർഡിലാണ് 91-ലെത്തി നിൽക്കുന്ന ഭവാനിയുടെയും മക്കളായ സരസമ്മയുടെയും ഉഷയുടെയും അതിജീവനത്തിനായുള്ള ആടുജീവിതം. 50ഓളം ആടുകളെയും ആട്ടിൻകുട്ടികളെയുമാണ് 13 സെന്റിലെ വീടിനോട് ചേർന്ന് ഇവർ വളർത്തുന്നത്. ചേച്ചിക്കും പ്രായം മുന്നോട്ടാകുന്നതുകൊണ്ട് ഈ ആടിനെ ഒന്നും വളർത്താൻ പറ്റത്തില്ല. 24 അമ്മ ആയിരുന്നു. എനിക്ക് 10 മണി തൊട്ട് അവരെ പുല്ല് വെട്ടി 3 മണി വരെ വെട്ടും. അങ്ങനെയൊക്കെ എൻ്റെ മുതുകത്തെ എല്ല് വളഞ്ഞുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ചായി. ഇപ്പോൾ 24 ആയി. 45 വർഷമായി ഞങ്ങൾ ആട് വളർത്താൻ വേണ്ടിയിട്ട്. അതാ അമ്മയ്ക്ക് 98 വയസ്സായി. ആട് ബാത്റൂമിൽ പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ തന്നെയാണേലും പോകും. പാൽ വിറ്റ് കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് ഈ 3 ആളുകളുടെയും ജീവിതം. അമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങുന്നതിന് 400 രൂപയോളം ഇവർക്ക് പ്രതിദിനം വേണ്ടി വരുന്നുണ്ട്. മൂത്ത മകൾ സരസമ്മ പാടത്ത് പോയി പുല്ല് ചെത്തിയെടുത്തും അയൽപക്കത്തെ പറമ്പുകളിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാവിലുകളും വീടുകളിൽ നിന്നുള്ള കഞ്ഞിവെള്ളവും കാടിവെള്ളവുമാണ് ആടുകൾക്കുള്ള ഭക്ഷണം. സഹോദരി ഉഷയ്ക്കാണ് ആടുകളുടെ പരിപാലന ചുമതല. നേരത്തെ കൂടുതൽ ആടുകളെ വളർത്തിയിരുന്നുവെങ്കിലും ഇപ്പോൾ അനാരോഗ്യം മൂലം എണ്ണം കുറഞ്ഞു. പാടത്തെ ഇഴജന്തുക്കളുടെ ഭീഷണിയെ അതിജീവിച്ചാണ് സരസമ്മ ആടുകൾക്കുള്ള തീറ്റപ്പുല്ല് കണ്ടെത്തുന്നത്.